എല്ലാവർക്കും ലോകസഞ്ചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയത് പൂവനഗിരി ബസ് സ്റ്റാൻഡിലാണ്. ഞാൻ യാദാദ്രിഗുഡയിലേക്ക് പോകാനായിട്ട് ബസ് മാറി കയറാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് ഒരു മലമുകളിലെ ഒരു കോട്ട കണ്ടത്. നല്ല ഭംഗിയായിട്ട് പണിത് വച്ചിരിക്കുന്ന ഒരു കോട്ടയാണ്. ആ കോട്ടയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കോട്ടയെ പറ്റി വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ 3000 വർഷത്തെ ചരിത്രം ഉണ്ട് എന്നാണ് അതിൽ കാണിച്ചത്. ഒരുപാട് യുദ്ധങ്ങളുടെ ചരിത്രം പറയാനുള്ള ഒരു കോട്ടയാണിത്. 610 അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. തെലങ്കാനയിലത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലയുടെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ചാലൂക്യ രാജവംശത്തിൻ്റെ കാലത്ത് മുഗള വിക്രമാദിത്യൻ എന്ന് പറഞ്ഞൊരു രാജാവാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇത്രയും ചരിത്രമുള്ള ഇത്രയും ഭംഗിയുള്ള ഒരു കോട്ട കാണാൻ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു തവണ വരണം എന്ന് ഉറപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് യാദാദ്രിഗുഡയിലേക്ക് ബസ് കയറാൻ പോണത്. അങ്ങനെ ഞാൻ യാദഗിരിഗുഡയിലേക്കുള്ള ബസ്സിൽ കയറി. ബസ്സിൽ കയറണ ബസ്സിൻ്റെ വിഷ്ലോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ബസ്സിൽ കയറി ഇപ്പോൾ സൈഡ് സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭുവനഗിരിയിൽ നിന്ന് ബസ് എടുത്ത് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ഈ തെലങ്കാനയുടെ ഗ്രാമീണതയുടെ ഭംഗിയൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങി. നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ നടുക്കേക്കട ഈ പുല്ലും പനയും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചൊക്കെ കാണാനും നല്ല രസമാണ്. നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്ന റോഡാണിത്. അങ്ങനെ ഒരു 3/4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ യാദഗിരിഗുഡ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് എനിക്ക് അടുത്തൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അങ്ങടേക്ക് ഓട്ടോയിലാണ് പോകാൻ പറ്റുള്ളൂ. ആ നേരെ കാണുന്നതാണ് യാദാദ്രി ക്ഷേത്രം. അതൊരു മലമുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ മുകളിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇനി വേറൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഓട്ടോയിൽ വേണം പോകാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സർക്കാരിൻ്റെ ഫ്രീ ബസ് സർവീസ് അവൈലബിൾ ആണ്. അങ്ങനെ ഞാനൊരു ഷെയർ ഓട്ടോയിൽ കയറിയിട്ട് ഫ്രീ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര തുടങ്ങി. ഷെയർ ഓട്ടോയിൽ ഫ്രീ ബസ് സ്റ്റാൻഡ് വരെ 20 രൂപയാണ്. അങ്ങനെ ഓട്ടോയിൽ നമ്മൾ ഫ്രീ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര തുടങ്ങി. നമ്മൾ യാദാദ്രിമലയുടെ താഴെ കൂടെയാണ് പോകാൻ പോണത്. ഈ പോണ വഴിക്ക് തന്നെ നമുക്ക് ഈ മലമുകളിലേക്ക് നടന്ന് കയറാനുള്ള പടവുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നടക്കാൻ പറ്റും എന്നുള്ളവർക്ക് നടന്ന് കയറാം. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ അതിൽ കൂടെ പോയപ്പോൾ എടുത്ത ഫോട്ടോകളാണ്. ഇപ്പോൾ പോയപ്പോൾ എനിക്ക് അതിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാം ഈ മലയുടെ സൈഡിൽ കൂടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടേക്കുവാണ്. അതുപോലെ അങ്ങടേക്കുള്ള റോഡുകളെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ലോക നിലവാരത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല വൃത്തിയായിട്ട് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ റോഡാണ് ഇതൊക്കെ. ആ കാണുന്നത് സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. അതായത് ക്ഷേത്രത്തിനെ ഫേസ് ചെയ്ത് നിൽക്കണ വേറൊരു മലയിൽ കെട്ടിയേക്കണ ഒരു ഗസ്റ്റ് ഹൗസാണിത്. അത് ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമാണ് അത് കാണാൻ.
അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ഫ്രീ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. ഈ കാണുന്നതാണ് ഫ്രീ ബസ് സ്റ്റാൻഡ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കും. അതായത് അമ്പലത്തിൻ്റെ മുകളിലേക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകണ സർക്കാരിൻ്റെ ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ആ ബസ്. കുട്ടി ബസ്സാണ്. ഇതിൽ കയറാൻ നല്ല തിരക്കാണ്. പക്ഷേ എന്നാലും എപ്പോഴും ബസ്സുള്ള കാരണം കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് ഇരുന്ന് തന്നെ പോകാൻ പറ്റും. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി മലയുടെ മുകളിലെത്തി. അവിടെ ബസ്സിൽ നിന്നുള്ള വിഷ്വലൊന്നും ഞാൻ എടുത്തില്ല, കാരണം നിറച്ച ആൾക്കാരായിരുന്നു, നിറച്ച് ലേഡീസൊക്കെ ആയിരുന്നു. അപ്പം ക്യാമറയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെറുതെ സീനാക്കണ്ടെന്ന് വെച്ചു. നമുക്ക് ഫോണോ ബാഗോ അങ്ങനെ യാതൊന്നും ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ കൊടുക്കാനുള്ള കൗണ്ടറുകളാണ് ഈ കാണുന്നത്. ഇത് ഫോൺ കൊടുക്കാനുള്ള കൗണ്ടറാണ്. ഫോണിന് 10 രൂപയാണ് ഇവർ ചാർജ് ചെയ്യണത്, ഫോൺ അവിടെ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെരുപ്പ് വെക്കാനായിട്ട് വേറൊരു സ്ഥലമുണ്ട്. ഇതാണ് ചെരുപ്പ് വെക്കണത്. നമ്മൾ ഫോണും ബാഗൊക്കെ വെച്ച് ഇങ്ങനെ നേരെ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഫ്രീ ദർശനത്തിനുള്ള വഴി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെന്ന് ഫ്രീ ദർശനത്തിന് കയറുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചുറ്റി കറങ്ങി ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് നടന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചെല്ലാൻ പറ്റുന്നത്. ആ നേരെ കാണുന്നതാണ് ഫ്രീ ദർശന എൻട്രൻസ്. ഈ ഫ്രീ ദർശന എൻട്രൻസ് അല്ലാണ്ട് 150 രൂപയുടെയും 300 രൂപയുടെയും എൻട്രൻസ് ഉണ്ട്. അത് ഇതിൻ്റെ മുകളിലാണ്. നമ്മൾ വേറൊരു വഴി പോയിട്ട് ഇതിൻ്റെ മെയിൻ ചുറ്റമ്പലമൊക്കെയുള്ള സ്ഥലത്തേക്ക് ചെന്നാലാണ് ഈ 300 രൂപയുടെ 150 രൂപയുടെയും കൂപ്പണുകൾ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് മുകളിൽ വന്നു. ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും കുരങ്ങന്മാരെ കാണാം. അങ്ങനെ ശല്യമുള്ള കുരങ്ങന്മാരൊന്നുമല്ല, പക്ഷേ എല്ലായിടത്തും കുരങ്ങന്മാരുണ്ട്, ചെറുതും വലുതുമായിട്ട്. ആ നേരെ ആ കാണുന്ന സ്വർണ്ണ കളറിൽ കാണുന്നതാണ് ഈ ദർശനം എടുക്കാൻ ആൾക്കാർ വരി നിന്ന് പോകണ ക്യൂ. അതങ്ങനെ ചുറ്റിക്കറങ്ങി ഒരുപാട് കറങ്ങി ഈ ഇപ്പം ഈ കാണുന്ന മന്ദിരമുണ്ടല്ലോ, അതിൻ്റെ അടിയിലാണ് ഈ മെയിൻ ശ്രീകോവിലൊക്കെ ഇരിക്കുന്നത്. അടിയിലെന്ന് പറഞ്ഞാൽ അടിയിലൊരു ഗുഹയുടെ ഉള്ളിൽ. ഞാൻ ഈ അമ്പലത്തെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞില്ലായിരുന്നു. ഈ അമ്പലത്തിൻ്റെ പേര് യാഗാദ്രികുട്ട ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ദേവസ്ഥാനം എന്നാണ്. ഇവിടെ പ്രതിഷ്ഠ ലക്ഷ്മിയും നരസിംഹമാണ്. ഈ അമ്പലത്തിന് ശരിക്കും ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഈ കാണുന്നതിനൊക്കെ ശരിക്കും 1 വർഷം മാത്രമാണ് പഴക്കമുള്ളൂ. 2022 മാർച്ച് 27 അന്നത്തെ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ഈ നവീകരിച്ച യാദാദ്രികുട്ട ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യണത്. നവീകരണം എന്ന് പറഞ്ഞാൽ ചെറിയ നവീകരണമൊന്നും അല്ലായിരുന്നു. 1800 കോടി രൂപ മുടക്കിയാണ് ഈ ക്ഷേത്രത്തെ KCR നവീകരിച്ചത്. 1800 കോടി എന്ന് പറഞ്ഞാൽ 1800 കോടി തന്നെ മുടക്കിയിട്ടുണ്ടാവണം. കാരണം ഈ കാണുന്നതെല്ലാം കല്ലാണ്, കല്ലിൽ ചെയ്തേക്കണ പണിയാണ് ഇതെല്ലാം. പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ഫ്ലൈ ഓവറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവർ ഇവിടെ ചെയ്തിട്ടേക്കുന്നത്. കാരണം ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് തെലങ്കാനയുടെ തിരുപ്പതി എന്നാണ്. ഈ ആന്ധ്രാപ്രദേശ് വിഭജിച്ചപ്പോൾ തിരുപ്പതി ആന്ധ്രാപ്രദേശിൽ പോയി, തെലങ്കാന അത് കാരണം വികസിപ്പിച്ചെടുത്ത ഒരു അമ്പലമാണ് ഈ യാദാദ്രികുട്ട. നമ്മൾ ആദ്യം പോയ സ്വർണ്ണഗിരി ക്ഷേത്രം പോലെയല്ല ഇത്. ഇതെല്ലാം കരിങ്കല്ലാണ്, ഒറിജിനൽ കരിങ്കല്ലാണ്. സ്വർണ്ണഗിരിയിൽ അത് സിമൻറ്റ് കരിങ്കല്ല് പോലെ ആക്കി വെച്ചിരുന്നതാണ്. ഈ
കൊത്തുപണികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കൊത്തുപണികളാണ്. ആ മരത്തിൻ്റെ വാതിലായിക്കോട്ടെ, അവിടെ ഉണ്ടാക്കി വെച്ചേക്കണ ആനയായിക്കോട്ടെ, എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ദർശനത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അത്ഭുതങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ശ്രീകോവിലിരിക്കുന്നത് ഒരു ഗുഹയുടെ ഉള്ളിലാണ്. ഈ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ നമ്മുടെ താഴത്തോട്ട് ഇറങ്ങണം. അതൊക്കെ ഫുള്ള് എയർ കണ്ടീഷൻഡാണ്, നല്ല തണുപ്പാണ് അതിൻ്റെ അകത്ത് നിറയെ പാറയിലുള്ള കൊത്തുപണികളാണ്. കൊത്തുപണികൾ, പിന്നെ സ്വർണം കൊണ്ടുള്ള അലങ്കാരങ്ങൾ, പ്രതിമകൾ, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു മാജിക്കൽ വേൾഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഇങ്ങടേക്ക് വരാൻ ഏറ്റവും പറ്റിയ സമയം ഒന്നുമില്ല രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. ഞാനിവിടെ വന്നത് വൈകുന്നേരമാണ്. അപ്പോൾ നമുക്ക് ആ സൺസെറ്റും പിന്നെ ആ ഒരു മങ്ങിയ വെളിച്ചത്തിലൊക്കെ ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. ശരിക്കും ഇതിൻ്റെ ഏറ്റവും മുകളിൽ വരെ വണ്ടി വരും. അതായത് ആ അമ്പലത്തിൻ്റെ ആ മുകളിലത്തെ ലെവൽ വരെ വണ്ടി വരും. ഇവിടേക്ക് നമ്മൾ സാധാരണക്കാരുടെ വണ്ടി കയറ്റിക്കൊണ്ടുവരാൻ പറ്റില്ല. ഇതൊക്കെ ഇവിടെ ജീവനക്കാരുടെ വണ്ടികളാണ്. അതുപോലെ ഇവിടെ ഒരു സൈഡിൽ പോയി കഴിഞ്ഞാൽ താഴെ യാദാദ്രിഗുട്ട നഗരത്തിൻ്റെ ഒരു മനോഹരമായ ഒരു പനോരമിക് കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമാണ്. അങ്ങനെ മുകളിൽ മൊത്തം കണ്ടു തീർത്തിട്ട് ഞാൻ താഴത്തേക്ക് പോകാനായിട്ട് തിരിച്ച് കുട്ടി ബസ്സിൽ കയറി. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, സൈഡ് സീറ്റ് കിട്ടി. അത് കാരണം ഞാൻ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ആ കാണുന്നതാണ് അമ്പലം. ഇപ്പോൾ നമ്മൾ ആ ഫ്ലൈ ഓവറിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 വരി ഫ്ലൈ ഓവറാണ്. ഇങ്ങനെ ഫ്രീ ബസ്സിൽ താഴെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉപ്പലിനുള്ള ബസ് കിട്ടും. അപ്പോൾ ആ ബസ്സിൽ കയറി ഉപ്പലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പലിൽ ഞാൻ എൻ്റെ ബൈക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എനിക്ക് എൻ്റെ റൂമിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തതും ഹൈദരാബാദിൽ നിന്നുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ബൈ ബൈ.